ബിഗ് ബോസ് താരം സിജോയുടെ വിവാഹത്തിന് പിന്നാലെ വലിയൊരു വിവാദമാണ് ഉയർന്നത്. വിവാഹ റിസപ്ഷനിടെ നോറ സിജോയുടെ മുഖത്ത് കേക്ക് തേച്ച വീഡിയോ വൈറലായതിന് പിന്നാലെ നോറയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വിമർശനം ഉയർന്നിരുന്നു. ഈ വീഡിയോ കണ്ട ദിയാകൃഷ്ണയും ഇൻസ്റ്റഗ്രാമിലൂടെ പ്രതികരണം നടത്തി. തനിക്ക് ഇവരെയൊന്നും അറിയില്ലെന്നും എന്നാൽ തൻ്റെ ഭർത്താവിനോട് ഇങ്ങനെ ആരെയെങ്കിലും ചെയ്തിരുന്നെങ്കിൽ കേക്ക് കഴിക്കാൻ പിന്നെ ആ വ്യക്തി ഉണ്ടാകില്ലെന്നായിരുന്നു ദിയാകൃഷ്ണ നടത്തിയ പ്രതികരണം. ഇതിന് പിന്നാലെ സിജോ ദിയയ്ക്കെതിരെ രംഗത്തെത്തി. ഇങ്ങനെ പ്രശ്നം വഷളാവുന്നതിനിടെ ബിഗ് ബോസിനെ കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ദിയ. ഇൻസ്റ്റഗ്രാമിലെ Q&Aയിലൂടെയായിരുന്നു താരം ബിഗ് ബോസിനെ കുറിച്ചുള്ള ചോദ്യത്തിനും സിജോയെയും നോറയെയും അറിയില്ല എന്ന് പറഞ്ഞതിനെക്കുറിച്ചും പറയുന്നത്. എപ്പോഴെങ്കിലും ബിഗ് ബോസ് സന്ദർശിക്കാൻ ആഗ്രഹമുണ്ടോ എന്നായിരുന്നു ചോദ്യം. ഞാൻ മോഹൻലാൽ സാറിനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. 3-ൽ കൂടുതൽ പ്രാവശ്യം അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. ബിഗ് ബോസിൽ എനിക്ക് ആകെ അറിയാവുന്ന വ്യക്തിയും ആകെ ഇഷ്ടമുള്ള കാര്യവും അദ്ദേഹം മാത്രമാണ്. എനിക്ക് ലക്ഷങ്ങൾ പ്രതിഫലം ലഭിച്ചാലും ഞാൻ ബിഗ് ബോസിൽ കാലുകുത്തില്ല. ബിഗ് ബോസിലെ മത്സരാർത്ഥികളായി എനിക്കറിയാവുന്നത് ശ്രീനിഷിനെയും പേളിച്ചേച്ചിയെയും മാത്രമാണ്. ബാക്കി ആരെയും അറിയില്ല. അതിൻ്റെ പേരിൽ ഒഫൻഡഡ് ആയിട്ട് കാര്യമില്ല. എന്നെ അറിയാത്ത കോടിക്കണക്കിന് ആളുകളുണ്ട്. അതിനർത്ഥം അവരൊന്നും മോശം ആളുകളാണെന്നല്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളെ അറിയില്ലെന്ന് പറഞ്ഞാൽ എൻ്റെ ശ്രദ്ധയിൽപ്പെടാൻ മാത്രം നിങ്ങൾ പോപ്പുലർ ആയിട്ടില്ല എന്നാണ്. അത് അംഗീകരിച്ച് മുന്നോട്ട് പോകൂ, ഒഫൻഡഡ് ആകാതെ എന്നാണ് ദിയ പറഞ്ഞത്. കഴിഞ്ഞ ബിഗ് ബോസ് സീസൺ ആണ് ഏറ്റവും മോശം സീസണെന്നും പല പ്രേക്ഷകരും പാതിയിൽ വെച്ച് ബിഗ് ബോസ് കാണുന്നത് നിർത്തിയിരുന്നെന്നും അതുകൊണ്ട് തന്നെ ഈ സീസണിലെ പല മത്സരാർത്ഥികളെയും ആർക്കും അറിയില്ല എന്ന കാര്യം അത്ഭുതപ്പെടുത്തുന്ന ഒന്നല്ല. എന്നാൽ ആ മത്സരാർത്ഥികൾ അത് അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന മെസ്സേജിനും ദിയ മറുപടി പറയുന്നുണ്ട്. എന്നിട്ടും എനിക്കവരെ അറിയില്ല എന്ന് പറഞ്ഞതിന് മൂലക്കിരുന്ന് ചിലർ കരയുകയാണെന്നാണ് ദിയ മറുപടി നൽകിയത്. എന്നാൽ സിജോയുടെയും നോറയുടെയും കാര്യത്തിൽ ദിയ പറഞ്ഞ അഭിപ്രായത്തെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരുമുണ്ട്. സായിയെ ബോഡി ഷേമിംഗ് ചെയ്തതിനും മാപ്പ് പറഞ്ഞ് ദിയാകൃഷ്ണ രംഗത്തെത്തിയിരുന്നു. എന്നാൽ താൻ ചെയ്ത പ്രവൃത്തിയിൽ തനിക്ക് ഖേദമില്ലെന്നും ദിയാകൃഷ്ണ എന്തെല്ലാം ഫ്രോഡ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതൊന്നും ചോദിക്കാൻ ഞാൻ വന്നിട്ടില്ലല്ലോ എന്നും ആയിരുന്നു നോറയുടെ പ്രതികരണം.